ഇല്ല ഒന്നും ചെയ്യില്ല മെല്ലെ മെല്ലെ പോട്ടെ അങ്ങനെ തന്നെ പോട്ടെ പോട്ടെ നോക്കി അൻസാറ് വിൽക്കാൻ തന്നേക്കണ സാധനമാണ് ഇത്. തട്ടിമുട്ടിയും വീഴരുത് സേഫായിട്ട് പോട്ടെ. നീ ഉണ്ടല്ലോ ഒരു സംഭവം തന്നെ. സാധാരണ ഓരോ പെണ്ണുങ്ങളെ ഉണ്ടല്ലോ പഠിപ്പിക്കാൻ എന്ത് പാടാന്നറിയാമോ? നീ ഇത്ര എങ്ങനെ ഇത് പഠിച്ചത്? സത്യം പറഞ്ഞാണ്ടല്ലോ ചില മന്ദത്തികളെയൊക്കെ ഓരോന്നിനെ പഠിപ്പിച്ചെടുക്കാൻ എന്ത് പാട് വിടുന്ന അറിയാമോ? പിന്നെ ഞാൻ സമ്മതിച്ചു. പിന്നെ എല്ലാവർക്കും നിന്റെ ബുദ്ധി കിട്ടില്ലല്ലോ. കറക്കി എടുക്ക്. ഞാനുണ്ട് കണ്ട് പഠിക്കണം. നിന്നെ മാതൃകയാക്കണം ഓരോ അവളന്മാര്. നീ ഇച്ചിരി വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാം. നമുക്ക് റെസ്റ്റിന്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെയാണ് ഞാൻ. ഇത്രേ ഉള്ളൂ സംഭവം ഈ ഡ്രൈവിംഗ് എന്നൊക്കെ പറയുന്നത്. അതല്ലേ? ചിലര് വിചാരിക്കുന്നത് അവർക്ക് മാത്രമേ ഇതൊക്കെ പറ്റുള്ളൂ. ഇത് കഴിയുമ്പോ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? 2 വീലർ കഴിയുമ്പോ ക്ലീറ്റോ എന്നെ മറ്റേ കാറൊക്കെ ഓടിക്കാൻ പഠിപ്പിക്കണം. അത് കഴിഞ്ഞ് ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കും. അത് കഴിഞ്ഞ് ഞാൻ ലോറി ഓടിക്കും. അതൊക്കെ എന്റെ ഉദ്ദേശം. നിനക്ക് നീ പ്ലെയിന് വരെ ഞാൻ ഓടിക്കാൻ പഠിപ്പിക്കുന്നില്ല. അതെ ക്ലീറ്റോ ചേട്ടാ, നാത്തു മൂക്കും കുത്തി വിടാതെ സൂക്ഷിച്ചോ. എനിക്ക് പറ്റൂല ആശുപത്രി ഒന്ന് കൂട്ടിയിരിക്കാൻ. ഓ എന്തിപ്പോ അങ്ങനെ തോന്നാൻ? അല്ല, പണ്ടേ വീഴുന്ന ശീലം ഉള്ളോണ്ട് പറഞ്ഞതാ. ഇതേ അങ്ങനെ വീഴണ മുതലല്ല, പണ്ട് ഞാൻ കുറെ കഷ്ടപ്പെട്ടിട്ടാ വീഴ്ത്തിയത്. ഓ നടക്കട്ടെ നടക്കട്ടെ. ഇഷ്ടപ്പെട്ടിട്ടില്ല. നീ അങ്ങോട്ട് ഓടിക്കും മുത്തേ, കാണട്ടെ. ഒന്നുമില്ല, ഞാൻ വേക്കലുണ്ട്. പോയി വാ, എന്നെ ഒരു വലം വെച്ച് വന്നേ. അമ്മ കഴിക്കില്ലേ? ഓ ഞാൻ പിന്നെ കഴിച്ചോളാം, നീ പോ കഴിച്ചിട്ട്. അമ്മേ എന്തായാലും നന്നായല്ലേ? അല്ല, നാത്തൂൻ വണ്ടി പഠിക്കണതേ. ഓ അതാ. ക്ലീറ്റോ ചേട്ടന് വണ്ടി കച്ചവടമൊക്കെ ഉള്ളതുകൊണ്ട് വണ്ടി പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ നാത്തൂന് ഒരു സ്കൂട്ടർ എടുത്തു കൊടുക്കും. കൊടുക്കട്ടെ, അവനതൊക്കെ അറിയാമല്ലോ. ഇത് പേരെടുത്തോണ്ടൊന്നും അറിഞ്ഞൂടല്ലോ. പിന്നെ തക്കിളിയെ സ്കൂളിൽ കൊണ്ടുപോകാനും കൊണ്ടുവരാനും ഒക്കെ സ്കൂട്ടറിൽ പോവാം. അതൊരു അന്തസ്സല്ലേ അല്ലേ ഏട്ടാ? പിന്നെ അല്ലേ, എന്താണ് അന്തസ്? വെറുതെ ജാട കാണിക്കാൻ വേണ്ടി, പത്രാസ് കാണിക്കാൻ വേണ്ടിട്ടല്ലേ? പിന്നെ അതൊന്നും അല്ല, അതൊരു അന്തസ് തന്നെയാ. എന്താണ് അന്തസ്? പെട്രോൾ അടിക്കാൻ പൈസ ഞാൻ കൊടുക്കേണ്ടി വരും. അത് തീർച്ചയല്ല. എനിക്കും പഠിക്കണായിരുന്നു ഡ്രൈവിങ്. പിന്നെ വീട്ടിലെ ജോലി ചെയ്യാൻ അറിഞ്ഞൂടെ, പിന്നെയാണ് അവള് ഡ്രൈവിങ് മണ്ടേ കയറാൻ പോണ് കാറിന്റെ. അമ്മേ എനിക്ക് ഈ സ്കൂട്ടർ ഒന്നും പഠിക്കണ്ട, കാറ് പഠിച്ചാ മതി. വലിയ ആഗ്രഹമാണല്ലോ. എന്തേ? അല്ല സ്കൂട്ടർ പോരാ, കാറ് പഠിക്കണം. കാറും പഠിക്കണ്ട, ഒന്നും പഠിക്കണ്ട. വീട്ടിലെ ജോലി, ഒരു ക്ലാസ് കഴിവാൻ അറിഞ്ഞൂടാത്തവളാ ഇനി കാറിന്റെ മണ്ടേ കയറാൻ പോണത്, അനർത്ഥം ഉണ്ടാക്കി വെക്കാനായിട്ട്. വേണ്ട വേണ്ട, എന്റെ സമ്മതം നീ ഒരു ഒന്നും പഠിക്കും. അമ്മ ഞാൻ തമാശ പറയാല്ല, കാര്യത്തിൽ പറയാ. എടി ഞങ്ങള് കാര്യത്തിലാ പറഞ്ഞത്. റോഡിലിറങ്ങി നോക്കുമ്പോഴെന്തോന്നാണ് വണ്ടിയുടെ ബഹളം. ഇനി അത് പലയിടത്തും കൊണ്ടുപോയി ചെടിച്ചിട്ട് നീ അതിന്റെയും കൂടെ ഒരു ദുരിതം അനുഭവിക്കാനാ? വേണ്ട അമ്മേ, ഒരു കാറുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി എവിടെയെങ്കിലും പോവാം. പിന്നെ അമ്മയെ എനിക്ക് അമ്പലത്തിൽ കൊണ്ടുപോവാം, കടയിൽ കൊണ്ടുപോവാം. നല്ലതല്ലേ അമ്മേ? ഇതൊക്കെ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നല്ലതാ. പക്ഷെ നിനക്ക് അതൊന്നും മനസ്സിലാവില്ല, നിന്റെ തലക്കകത്ത് ഒന്നും കേറില്ല. ആരെ പറഞ്ഞ? നല്ല ബുദ്ധി വേണമെന്ന്. എനിക്ക് നല്ല ബുദ്ധി ഉണ്ട്. എന്തുണ്ട് നിനക്ക്? അമ്മ എന്റെ കൂടെ പഠിച്ച ഗ്രീഷ്മയില്ലേ, അവള് ടീച്ചറാ. അവള് സ്കൂളിൽ പോകുന്നതും വരുന്നതും സ്കൂട്ടറിലാ. പിന്നെ ഇന്നാളെ ഞാൻ പറഞ്ഞില്ലേ സുനന്ദയെ കണ്ടെന്ന്, അവള് ബാങ്കിലെ മാനേജറാണേ. ബാങ്കിൽ പോകുന്നതും വരുന്നതും കാറിലാമേ. പിന്നെ അവളുടെ വീടിന്റെ അടുത്തുള്ള കടയിൽ പോണെങ്കിൽ വരെ കാറിലേ പോവുള്ളൂ. അന്ന് ഞാൻ വഴി വെച്ച് കണ്ടപ്പോഴേ അവൾ എൻ്റെ അടുത്ത് ചോദിച്ചു, അയ്യോ നീ നടന്നാണോ വന്നേന്ന്. അപ്പൊ ഞാൻ ഓട്ടോയിലെ വന്നേന്ന് പറയാൻ എൻ്റെ നാവിന്റെ തുമ്പത്ത് വന്നേ. പക്ഷെ ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു എന്റെ കാർ അപ്പുറത്ത് മാറ്റി ഇട്ടേക്കുവാന്ന്. എന്തിനാടി അങ്ങനെ പറയാൻ പോയത്? ഉള്ള കാര്യം അങ്ങ് പറഞ്ഞാ പോരായിരുന്ന? എനിക്ക് നാണക്കേടാ. ആ പെണ്ണുങ്ങൾക്കൊക്കെ പഠിക്കാലോ, അപ്പൊ എനിക്കും പഠിക്കണം. ഞാൻ പറയണത്, അവരൊക്കെ വലിയ വലിയ ഉദ്യോഗസ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരാണ്.
ഒരാൾ ടീച്ചറാണ്, ഒരാൾ ബാങ്കിലെ മാനേജറാണ്. അവർക്കൊക്കെ വാഹനത്തിന്റെ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് അവർ പഠിച്ചത്. ഈ ഇവിടെ അടുക്കളുടെ മൂലയിൽ ഇരിക്കണം, നിനക്ക് എന്തിനാണ് ഡ്രൈവിംഗ് പഠിക്കണം? അല്ല, എനിക്ക് ആവശ്യമുണ്ട്. ഞാൻ കാർ പഠിച്ചു കഴിഞ്ഞാൽ അമ്മ ഞാൻ തന്നെ കാറിൽ കടയിൽ പോവും. പിന്നെ ഏട്ടന് ഒന്നും അറിയേണ്ട കാര്യമില്ല. വേണമെങ്കിൽ ഏട്ടന് ഓഫീസിൽ ഞാൻ കൊണ്ടാക്കും. ഓ ആ അതൊന്നും വേണ്ട, ഇപ്പോഴത്തെ പോലെ അങ്ങ് പോയാൽ മതി. കണ്ടോ എന്റെ അമ്മ ഇന്ന് വരെ ഹവിൽദാറുടെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു പെണ്ണ് കാർ ഓടിച്ചിട്ടുണ്ടാ? ഉണ്ടാ? ഇതിന് മുമ്പില്ലാത്തൊരു സംഭവം ഇനി വേണ്ട. അങ്ങനെയാ? അല്ലടാ, ഞാൻ ആലോചിക്കുന്നതേ ഹവീൽദാരുടെ കുടുംബത്തിൽ ഒരാൾ ഡ്രൈവർ ആയാൽ എന്താ കുഴപ്പം? അല്ല, അവളുണ്ടല്ലോ, അവൾക്ക് ധൈര്യം ഉണ്ടല്ലോ, അവളെ പഠിപ്പിക്കടാ. അവളെ പഠിപ്പിക്കണം. ഒന്നും പറ്റത്തില്ല, കാലത്തിനനുസരിച്ച് നമ്മളും മാറിക്കൊണ്ടിരിക്കണം. എനിക്കാ പഠിക്കാൻ. എടാ, നിന്റെ അടുത്ത് ഞാൻ ഒന്നും പറഞ്ഞില്ലായിരുന്നാ പഠിക്കാൻ? മേടിത്തോണ്ടൻ അതിനൊന്നും പറ്റിയ മുതലുള്ളത്. അമ്മ ഞാൻ പഠിക്കും. എന്നിട്ട് കാറ് മേടിക്കണം. നമുക്ക് കാറ് മേടിച്ചാൽ മാത്രം പോരാ, കാറിന്റെ ഫ്രണ്ടിൽ ഹവീൽദാർ വീരഭദ്രൻ നായർ എന്ന് എഴുതി വെക്കണം. അയ്യേ, എന്താണ് എഴുതണം. ഹവീൽദാറിന് എഴുതണം. അതിനല്ലാതെ അല്ലമ്മേ, ഞാൻ കാറ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മള് ഹവീൽദാറിന് എഴുതിയ കാറില് അമ്മയും കൊണ്ട് ഞാൻ അമ്പലത്തിൽ പോകും. അപ്പൊ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കും അത്ഭുതത്തോടെ. അല്ലേ അമ്മേ? അത് മാത്രം ഒന്നും പോരാ, പരിപാടി അത് നടക്കണം. അത് മാത്രം പോരാ, പഠിച്ച് കാർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചുമ്മാങ്കിലും ഇവിടെ ഒക്കെ വെറുതെ ഒന്ന് ചുറ്റിയും വേണം. ആൾക്കാരൊന്ന് ഡ്രൈവിംഗ് സ്കൂളിൽ ചേർക്ക്. എന്താടാ ഒന്നും മിണ്ടായിരിക്കുന്നത്? എന്താ ഗോ അമ്മേ, അമ്മേ, ഏട്ടന് ഒന്നും മിണ്ടല്ല, ഒന്ന് പറഞ്ഞു സമ്മതിപ്പിക്കമ്മേ. പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പക്ഷെ ഒരു കാര്യമുണ്ട്, നിന്നെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നീ എന്നെ കൂടെ പഠിപ്പിക്കണം. എന്തെന്ന്? ഡ്രൈവിംഗ് പഠിപ്പിക്കും. പണ്ടായ എനിക്കതൊന്നും പറ്റിയില്ല. എന്നെ ഒരു മൂലയിൽ ഒതുക്കി കളഞ്ഞ എൻ്റെ വീട്ടുകാർക്ക് കൂടെ എനിക്കും ഒന്ന് വിലസണം. അവനോട് പഠിക്കാൻ പറഞ്ഞിട്ട് അവനും പഠിച്ചില്ല. എന്തായാലും എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ നിന്നെ പഠിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും എന്നെ നീ ഡ്രൈവിംഗ് പഠിപ്പിക്കണം. പഠിപ്പിക്കും. എന്നിട്ട് നമ്മൾ രണ്ടുപേരും കൂടി ഇവിടെയൊക്കെ ചുറ്റി 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 നടക്കും. ഒരു കാര്യം ഇല്ലെങ്കിലും ശരി, വീട്ടിലെ ജോലി കഴിഞ്ഞാൽ നമ്മൾ ഈ വെറുതെ നമുക്ക് കറങ്ങാം. കൊള്ളാമേ, കൊള്ളാം. അമ്മ, അതിനാദ്യം ഞാൻ പഠിക്കണ്ടേ? ഒന്നും പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ? മോനെ, നമുക്ക് അവളെ ഡ്രൈവിംഗ് പഠിപ്പിക്കാടാ. എന്തൊരു കഷ്ടാണ് നോക്ക്. എന്താ അമ്മ, അവള് ഡ്രൈവിംഗ് പഠിച്ചിട്ട് എന്താണ്? ഓ, ഡ്രൈവിംഗ് പഠിച്ചിട്ടൊന്നും സാധിക്കാനും ഒന്നും അല്ല, അവളുടെ ഒരു ആഗ്രഹമല്ലേ. എല്ലാ ആഗ്രഹങ്ങളും നടക്കുവോ? നടക്കുവോ? ഇവിടെ ഇപ്പൊ ഡ്രൈവിംഗ് പഠിക്കാതെ തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നില്ലേ? അല്ല, ഈ ഡ്രൈവിംഗ് പഠിക്കുന്നത് ഇവിടുത്തെ കാര്യം നടക്കാത്തോണ്ടല്ല, എല്ലാ പിള്ളേരും പഠിക്കുന്നു. ഇനിയിപ്പോൾ അപ്പുറത്ത് അവൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം വണ്ടി കാറും ഒക്കെ എടുത്തൊന്നിരിക്കില്ലെങ്കിൽ നീ നോക്കി അവര് എടുക്കുകയാണെങ്കിൽ എടുത്തോട്ടെ എന്ന് ആർക്കാണ് അതിന് പ്രശ്നം? ഇവളെന്തിനാണ് ഡ്രൈവിംഗ് പഠിക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മിഴുങ്ങസിയാ മൂങ്ങയെ പോലെ ഒറ്റയ്ക്ക് ഇരിക്കണം. എനിക്കതൊരു വിഷമമാണ്. അവളെ തള്ളയും തന്നെ ഇവിടെ ഇല്ല. അതെ, പറയണ കേൾക്ക്. ഇനിയിപ്പോ ഡ്രൈവിംഗ് പഠിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ചേരണം. ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ചേർന്ന് കഴിഞ്ഞാൽ തന്നെ അവർ ഒരാൾക്ക് ഡ്രൈവ് ചെയ്യാൻ കൊടുക്കുന്ന സമയം എന്ന് പറയുന്നത് 5 മിനിറ്റ് ഒക്കെ ആയിരിക്കും. കാരണം ആ വണ്ടിയിൽ വേറെയും കുറെ ആളുകളുണ്ടാവും. ഈ 5 മിനിറ്റ് വെച്ചിട്ട് ഇവള് എത്ര കാലം പഠിക്കണത്? സാധാരണ പഠിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ 1 മാസം കൊണ്ട് പഠിച്ചെടുക്കും. ഇവള് 1 കൊല്ലം പഠിച്ചാൽ പഠിക്കൂ? അതിനുള്ള ബുദ്ധിയില്ല, മന്താണ്. അതൊന്നും അറിയാൻ പറ്റത്തില്ല. ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കും. പേടിയൊന്നും ഇല്ലല്ലോ നമുക്ക്. പെട്ടെന്ന് അവള് പഠിക്കും. പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, അവളെ വീട്ടിൽ പറഞ്ഞയച്ചിട്ട് ഒരു പഴയ വണ്ടി എടുത്തു തരാൻ പറയാം. 1 മാസം കൊണ്ട് അവള് പഠിച്ചു കഴിഞ്ഞിട്ട് അത് ട്രയൽ ചെയ്യട്ടെ. അതൊന്നും വേണ്ട, അതൊന്നും നടക്കില്ല. വെറുതെ വേണ്ടാത്ത പണി നമ്മൾ കണ്ട ഒരു കാര്യമില്ല. എന്ത്? ഇനിയിപ്പോ കാറ് വാങ്ങിക്കാൻ ഞാൻ വേറെ പൈസ ഉണ്ടാക്കണം. ഇതൊന്നും വേണ്ട, അത് ശരിയാവില്ല. എടാ, അങ്ങനെ പറഞ്ഞിട്ട് നീ പോവരുത്. എല്ലാ പിള്ളേരും പഠിച്ചിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു പെണ്ണ് പഠിക്കാത്ത പെണ്ണുണ്ടെന്ന് നിനക്ക് പറയാമോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവളെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തിനാ അമ്മ കടന്നിട്ട് ഇങ്ങനെ ഉത്സാഹം കാണിക്കണം? അത് അങ്ങനെ ആവേശമൊന്നുമില്ല. അവളുടെ ഒരു ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കണം, അത്രേ ഉള്ളൂ. എന്താ പറയുന്നത്? നോക്കട്ടെ. നോക്കിയാ പോരാ മക്കളെ, അവളെ പഠിപ്പിക്കണം. സമാധാനം കൊടുക്കണ്ടേ നമ്മൾ? നമ്മുടെ വീട്ടിലെ പെണ്ണല്ലേ. അവള് പഠിച്ച വേണമെങ്കിൽ എനിക്കും പഠിക്കാം. നോക്കട്ടെ, ഞാൻ ശരിയാക്കാൻ പറ്റുമോ? സമ്മതിച്ചു. ശരിക്കും സമ്മതിച്ചു. പിന്നൊരു കാര്യം, ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് എന്നെ പഠിപ്പിച്ചില്ലെങ്കിലാണ് എന്റെ വിധം മാറുന്നത്. അതൊക്കെ ഞാൻ പഠിപ്പിക്കും. പഠിപ്പിക്കോ? അപ്പൊ നാളെ തന്നെ തുടങ്ങും. അവൻ പഠിപ്പിക്കാൻ ഏർപ്പാടാക്കാൻ പോയിരിക്കും. വരട്ടെ. ഞാൻ കാറിൽ ഇങ്ങനെ വരും.
കാരണം ഇപ്പൊ ഒരു കാറും അത് ഓടിക്കാൻ അറിയാവുന്ന ഒരാൾ നമ്മുടെ വീട്ടിലുള്ള നല്ലതാണ്. എന്താണെന്നറിയോ, നമ്മുടെ വീട്ടിലിപ്പോൾ ഒരു ഗ്യാസ് തീർന്നു പോയി, അല്ല നിനക്ക് ഇത്ര പ്രായമൊക്കെ ആയി വനാണ്, പെട്ടെന്നൊരു നെഞ്ചുവേന വന്ന്, അല്ല വരാൻ വേണ്ടിയിട്ടല്ല, ഒരു ഉദാഹരണം, അമ്മക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്ന് വേറെ പുറത്തുനിന്ന് വണ്ടി വിളിക്കാൻ നിൽക്കണ്ടല്ല, അപ്പം തന്നെ ആശുപത്രി കൊണ്ടുപോയിക്കോടുകയെ. അവൾക്ക് താല്പര്യം കൊണ്ട് അങ്ങോട്ട് പഠിക്കട്ടെ എന്ന് വെക്കുന്നത്. കൂടി വന്നാൽ ഒരു 5000 രൂപ അത്രേ ആവുള്ളൂ. പറ്റിയ സ്കൂൾ ഏതെങ്കിലും ഉണ്ടോ? സ്കൂള് 100 ഉണ്ട് ഇവിടെ. അങ്ങനെയല്ല, ഈ സ്ത്രീകളെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ടോ? ആ സ്ത്രീകളാണ് പഠിപ്പിക്കണത് ഡ്രൈവിങ്. അതല്ലേ? ആ നമ്മുടെ മറ്റേ ആൽത്തറ ജംഗ്ഷനില്ലേ, അവിടെ ടൈറ്റസിന്റെ ഡ്രൈവിംഗ് സ്കൂൾ ഉണ്ട്. അവിടെ നല്ല സേഫ് ആണ്, വലിയ പൈസ മേടിക്കൂല. അതെയോ? അവിടെ വിട്ടാ മതി. എന്നാ പിന്നെ അതൊന്ന് അന്വേഷിച്ച് നോക്കാല്ലേ? അന്വേഷിക്കണതിന് മുമ്പ് കുറെ പേപ്പറൊക്കെ ഇതിന് വേണം. കണ്ണ് പരിശോധിക്കണം, ബ്ലഡ് ഗ്രൂപ്പിന്റെ ഇത് വേണം, ഫോട്ടോ, സ്കൂൾ സർട്ടിഫിക്കറ്റ്, അതൊക്കെ ആദ്യം കൊടുത്തിട്ട് ലേണേഴ്സ് ടെസ്റ്റ് എഴുതണം. ഈ പഠിക്കാൻ പോണ ആള് ആ അപ്പൊ ഒരിക്കലും അവള് പാസ്സാവില്ല. അത് പാസ്സായാലും മാത്രമേ ഇത് പഠിപ്പിക്കുള്ളൂ. അപ്പൊ പിന്നെ എളുപ്പമായി. അപ്പൊ പിന്നെ അവള് ഡ്രൈവിംഗേ പഠിക്കൂല. അത് എല്ലാ പുഴന്മാരും പാസ്സാവും. അത് വലിയ സംഭവമൊന്നുമല്ല. എത്ര വിവരമില്ലാത്തവനും അത് പാസ്സാവും. ഇപ്പൊ ഒരു പാറയുടെ പടം ഇങ്ങനെ കാണിച്ചിട്ടുണ്ടാവും, അതുമല്ലോട്ട് വണ്ടി കയറുമെന്ന് ചോദിക്കും. അപ്പൊ എന്താ എഴുതുന്നു? അത് തന്നെ ശരി ഉത്തരവാണ്. പിന്നെ നമ്മ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോ ഒരു വഞ്ചിയുടെ പടം കൊടുത്തരണം. അപ്പൊ എന്ത് ചെയ്യും? വഞ്ചിയാണ്. അപ്പൊ വണ്ടി അവിടെ നിർത്തിയിട്ടിട്ട് വഞ്ചിക്ക് പോകണം. ഇത്രയൊക്കെ ഉള്ളത്. അതൊക്കെ എല്ലാരും പാസ്സാവും. അത് തോക്കൂന്ന് ഓർക്കണ്ട. അത് തോക്കണവനെ ഉണ്ടല്ല പിന്നെ ജീവിപ്പിക്കരുത്, തല്ലിക്കൊന്ന് കളഞ്ഞേക്കണം. ഇവിടെ ജീവിച്ചോണ്ട് ഒരു കാര്യമില്ല പിന്നെ അവൻ. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, ഓഫീസ് വിട്ടു പോണ സമയത്ത് നമുക്ക് അവിടെ നിന്ന് അന്വേഷിക്കാം. അതെ, ഫാസിൽ പറഞ്ഞ ഡ്രൈവിംഗ് സ്കൂളിലേക്കാണ് പോണത്. സംഗതിയൊക്കെ ശരിയാണ്. പക്ഷെ അവരുടെ രീതികളും സമ്പ്രദായങ്ങളൊക്കെ എനിക്ക് പറ്റുകയാണെങ്കിൽ മാത്രമേ നമ്മൾ അവിടെ ചേരൂ, ഇല്ലെങ്കിൽ അതേപോലെ തിരിച്ചു പോയി. പിന്നെ കിടുകിടിന്ന് വർത്തമാനം പറയാൻ പാടില്ല. അതുകൊണ്ടാണ് ഇപ്പൊ പറയുന്നത്. പിന്നെ അമ്മ 1 മാസം കൊണ്ടാണ് അവരിത് പഠിപ്പിക്കുന്നത്. ഇവിടെ 1 മാസം കൊണ്ടൊക്കെ അത് പഠിച്ചെടുക്കൂ. വേണ്ട പറയുന്നത് കേട്ടല്ലോ, ഒരൊറ്റ മാസം അതിനപ്പുറത്തോട്ട് പോകത്തില്ല, പഠിച്ചെടുത്തോണം ബുദ്ധിയായിട്ട്. അമ്മ ഞാൻ 2 ആഴ്ച കൊണ്ട് പഠിക്കും കേട്ടല്ലോ. എനിക്ക് ആകെ പേടിയാവുന്നു. നീ കരുനാക്കൊണ്ടൊന്നും പറയരുതേ, പറഞ്ഞത് കേട്ടല്ലോ, ബുദ്ധിയായിട്ട് പഠിച്ചെടുത്തോളണം കേട്ടാ. അമ്മയുടെ കാല് വീണ അനുഗ്രഹമൊക്കെ വാങ്ങിക്കൊരു നല്ല കാര്യത്തിന് പോവല്ലേ അമ്മ. പ്രാർത്ഥിക്കണം. പോയിട്ട് വാ. മോളെ എൻ്റെ കാര്യം മറക്കരുത്, വാക്കാണേ. ഒന്നുമില്ല, പോയിട്ട് വരി. ഓരിങ്ങോട്ട്. വെളിയിലേക്ക് പോയേക്കാ. പുറത്തു പോയാ? എന്റെ പേര് ഫാസിലിന്റെ ഫ്രണ്ടാണ് ടൈറ്റസിയറിന്റെ. ഞാൻ വിളിച്ചിരുന്നു. അപ്പൊ കനകന്റെ വൈഫിന് ഡ്രൈവിംഗ് പഠിക്കണം. ആണോ? മോളെ, അപ്പൊ ഈ ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ആദ്യം എന്തൊക്കെ ചെയ്യേണ്ടത് പറഞ്ഞു? ആദ്യം ഒരു അഡ്മിഷൻ ഫോം ഉണ്ടേ, അതൊന്ന് ഫില്ല് ചെയ്യണം. അതൊക്കെ ഫില്ല് ചെയ്യാം. പിന്നെ ഓൺലൈൻ വഴി ലേണേഴ്സിന് അപ്ലൈ ചെയ്യണം, അതിനൊരു ഫോം ഉണ്ട്, അതൊന്ന് ഫില്ല് ചെയ്യണേ. പിന്നെ ഐ ടെസ്റ്റ് വേണം, അത് ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ്. അതല്ല, എനിക്ക് കണ്ണിന് ഒരു കുഴപ്പമില്ല. അല്ലേലും അത് വേണമല്ലോ. അത് വായോണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, ഡോക്ടർ എഴുതി സർട്ടിഫൈ ചെയ്യണം. വേറെ ഒരു 7 ഫോട്ടോയും കൂടെ വേണം. അയ്യോ, ഫോട്ടോ നമ്മൾ എടുത്തില്ലല്ലോ. 4 ഫോട്ടോ ഞാൻ തന്നില്ലേ? 4 എന്റെ പേഴ്സിലുണ്ട്. പക്ഷെ ഒരു കാര്യം ചെയ്യാം, ഫോട്ടോ നമുക്ക് നാളെ കൊടുക്കാം. മതി. പിന്നെ വേറൊരു കാര്യം, ഈ ഡ്രൈവിംഗ് പഠിച്ചിട്ട് നമുക്ക് ലൈസൻസ് കിട്ടുമ്പോഴത്തേന് നമ്മൾ എന്താ അതിന്റെ ഫീസ് എങ്ങനെയാ? 10,000 രൂപയാണ്. 10,000 രൂപയോ? അപ്പൊ ടൂ വീലറിന് അതിന് എക്സ്ട്രാ തരണം. അതെത്ര? 5,000. എനിക്ക് 4 വീലർ മതി. അല്ലെന്ന് ഏതെങ്കിലും ബുദ്ധിമുട്ടിനല്ലേ 2 വീലറും കൂടി എടുത്തോ. രണ്ടും കൂടെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. അത് വേണ്ട 4 വീലർ മതി തൽക്കാലം, നമുക്ക് അത് മതി. പിന്നെ മോളെ വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, അതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം. ഈ സ്ത്രീകൾ തന്നെയല്ലേ പഠിപ്പിക്കുക? അമ്പിളിയാണ് പഠിപ്പിക്കുന്നത്. അത് മതി. അമ്പിളിയാണ് ഇവിടെ എല്ലാവരെയും പഠിപ്പിക്കണം. നല്ല ടീച്ചറാണല്ലേ. പിന്നെന്താ, കൂടുതൽ എല്ലാ പെണ്ണുങ്ങളെയും പഠിപ്പിക്കുന്നത് ഈ അമ്പിളി തന്നെയാണ്. പിന്നെ ഞാൻ കണ്ടിട്ടുള്ളതല്ലേ. അയ്യോ, എന്നാ ഇന്നലെ ക്ലാസ് തുടങ്ങാം. ടീച്ചറെ ഒന്ന് വിളിക്കോ? അമ്പിളി ഇവിടെ ഉണ്ടോ? ഇതാണോ ടീച്ചർ? അല്ല, അപ്പൊ സ്ത്രീകളാണ് പഠിപ്പിക്കുന്നത് പറഞ്ഞിട്ട് വേറൊരു അമ്പിളി ഉണ്ടല്ലോ, ഒരു ചുരിദാറൊക്കെ ഇട്ടിട്ടുള്ള. അല്ലേ, ഞാൻ കണ്ടിട്ടുണ്ടല്ലോ വണ്ടി വഴിയിലൊക്കെ. ഇല്ലേ? എന്തായി? ഇതാണോ നീ മറ്റേ പെണ്ണുങ്ങളെ പഠിപ്പിക്കണ ലേഡി ടീച്ചർ അമ്പിളി എന്ന് പറഞ്ഞത്?
ഈ അടുത്ത് വല്ലോ മാറിയതായിരിക്കുള്ളൂ. ഞാൻ കമ്പിൾ ചെയ്തല്ല. പിന്നെ നീ കണ്ട കമ്പിൾ ചെയ്താണ്? വേറെ ഈ അറിയാത്ത കാര്യങ്ങളിൽ ഇടപെടാൻ നിൽക്കണ്ട. എന്ത് കാര്യമുണ്ട് നിനക്ക്? വേറെ ഇഷ്ടംപോലെ ഡ്രൈവിംഗ് സ്കൂളുകളുണ്ടല്ലോ, അവിടെ പോയാൽ പോരെ. എനിക്ക് ഈ വക കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞങ്ങളെ വേറെ സ്ത്രീകളെ പഠിപ്പിക്കുന്ന ഏതെങ്കിലും സ്ഥാപനമൊക്കെ നോക്കട്ടെ. എന്ത് വേണ്ട? സ്ത്രീകളെ പഠിപ്പിക്കാൻ സ്ത്രീകളുടെ സ്ഥാപനങ്ങളിലേ അവിടെ പോയി പഠിച്ചാൽ പോരെ. എൻ്റെ പൊന്ന് ചേട്ടാ, ഒരു കുഴപ്പമില്ല. ഞാൻ എന്തുമാത്രം സ്ത്രീകളെ ഡ്രൈവിംഗ് പഠിപ്പിച്ച് വിട്ടിരിക്കുന്നത്. പിന്നെ ഡ്രൈവിങ്ങിൽ 1ാം സ്ഥാനം നേടിയിട്ടുള്ള ആളാണ്, സ്വർണ്ണ മെഡൽ. നാളും എടുക്കാനാണ്, ഒരു ശല്യം ഉണ്ടാവില്ലെന്നേ എനിക്കറിയ കനക. വേണ്ട, നീ എണീക്കുന്നോട് അങ്ങോട്ട് ചേർക്ക് കനക. ഇത്രയും പേരെ പഠിപ്പിച്ചിട്ടുള്ളതല്ലേ, പിന്നെ എന്തിനാ പേടിക്കണത്? സഹായത്തിന് ഈ കുട്ടി ഉണ്ടാവും. പോകുന്നത് ഫില്ല് ചെയ്ത്. പിന്നെ ഇത്ര ആളുകൾ അവൻ പഠിപ്പിച്ചിട്ട് ഒരു കുഴപ്പമില്ല. നിന്റെ ജമന്തി എവിടെ നിന്ന് ഇറങ്ങിയാണ് അത് ഫില്ല് ചെയ്ത് കൊടുത്തത്? ഫില്ല് ചെയ്തോ? ഏട്ടനെ എഴുത്, വഴക്കില്ലാതെ എന്നെ ചേർക്ക്. അമ്മനോട് അനുഗ്രഹമൊക്കെ മേടിക്കുന്നൊന്നും അരിഞ്ഞ് വേറെ സ്ഥലത്ത് പോകണ്ട. കനകൻ ഞാനല്ല പഠിക്കണപ്പോഴല്ലേ? ആ, എന്നാ ജമന്തി കനകൻ. അപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഭഗവാനെ, ഈശ്വരനെ ധ്യാനിക്കണം. നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. കൈ ഇവിടെ വെച്ച് ഓക്കെ, ഇതാണ് ഗിയർ. ഇതിൻ്റെ ഇടത് കാലുകൊണ്ട് നമ്മൾ ഇങ്ങനെ ക്ലച്ചിൽ ഒന്ന് ചവിട്ടിയിട്ട് ഗിയർ ഇങ്ങനെ ചേഞ്ച് ചെയ്യണം. ഗിയർ ചേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഗിയർ ചേഞ്ച് ആയി. ഇനി അടുത്ത ഗിയർ. സാറ് ഈ ലെഫ്റ്റ് കാലുകൊണ്ട് ക്ലച്ച് താഴത്തിൽ പിടിച്ചിട്ട് ഗിയർ ചേഞ്ച് ചെയ്യും. ഇതാണ് സെക്കൻഡ് ഗിയർ. എന്താണ് സെക്കൻഡ് ഗിയർ? ഏട്ടാ, ഞാൻ ആദ്യമായിട്ട് കാറിൽ കയറി ഇരുന്നപ്പോഴേ ഏട്ടാ, എനിക്ക് എന്തൊരു സന്തോഷമായിരുന്നു അറിയാമോ? എന്നിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടോ? പറഞ്ഞോ. അപ്പൊ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറയൂ കേട്ടോ. സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ബ്രേക്കും ക്ലച്ചും ചവിട്ടണം. അത് താഴെ ഇരിക്കണേ, താഴെ. അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കൂലേ? അപ്പൊ സാറിന് വഴക്ക് പറഞ്ഞു, ഇങ്ങനെ നോക്കിക്കൊണ്ട് ഓടിച്ചാൽ കാർ പോയിട്ട് ഇടിക്കൂലേ, നേരെ നോക്കിയിട്ട് ഇങ്ങനെ ചവിട്ടണമെന്ന്. അപ്പൊ ഞാൻ അങ്ങനെ ചവിട്ടി. അത് കഴിഞ്ഞ് കാർ ഇങ്ങനെ ഓടി തുടങ്ങുമ്പോഴത്തേക്ക് നമ്മള് അതിന് മുമ്പ് ഇങ്ങനെ കാണിച്ചു തന്നു. 1 2 3 4 ഗിയർ ഗിയറാണത്. അങ്ങനെ ഇടണം. അപ്പൊ നമ്മൾ ഇങ്ങനെ കാർ എടുക്കുമ്പോഴത്തേക്ക് 1 ഇടണം. അങ്ങനെ 1 ഇട്ട് ഞാൻ ഇങ്ങനെ ഓടിച്ചു പോയപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഏട്ടാ, 2 ഇടാൻ മറന്നുപോയി. കിട്ടി എനിക്ക് ഒരു അടി അപ്പൊ തന്നെ. എന്തിനാ അടിക്കണേ? കറക്റ്റ് ആയിട്ട് ചെയ്യണ്ടേ? അത് അടിക്കണം. അങ്ങനെയൊക്കെ അടിക്കാൻ പാടുവോ? നമ്മളെ പഠിപ്പിക്കുന്ന സാറല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇത് എന്താ അറിയോ, ഇത് ഭയങ്കര പാടുള്ള പണിയാണ്. കാരണം ഈ സ്റ്റിയറിംഗ് പിടിക്കണം, പിന്നെ ഇതാക്കണം, പിന്നെ അവിടെ ഇവിടെ ഒക്കെ ചവിട്ടണം. അതെന്താ അറിയോ, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുമ്പോ ഈ ഡ്രൈവ് ചെയ്തിട്ടൊക്കെ പോകുന്ന ആളുകളെ ഞാൻ ശ്രദ്ധിക്കലുണ്ട്. അപ്പൊ അവർ ഇതൊക്കെ ചെയ്തിട്ട് കാണുമ്പോൾ ആകെ നമുക്ക് പ്രാന്താവും. ഇതൊന്നും മനസ്സിൽ നിൽക്കില്ല. ഞാൻ അതുകൊണ്ട് അത് പഠിക്കാത്തത്. അതുകൊണ്ടൊന്നല്ല, ഏട്ടന് ബുദ്ധി മതി കുറെ നേരം ആയല്ലോ വിസ്താരം തുടങ്ങിയിട്ട്. ഞാൻ അകത്ത് കേട്ടോണ്ടിരിക്കുകയാണ്. പിന്നെ പറയണ്ട, മതിയാക്ക്. വേറൊരു പ്രശ്നം എന്താണെന്നറിയോ, ഇത് പഠിച്ചു കഴിഞ്ഞാ ഇവരുടെ ഈ ഡ്രൈവിംഗ് സ്കൂളിലുണ്ടല്ലോ, അതിൽ പഠിച്ചു കഴിഞ്ഞാൽ പക്ഷെ അത് ഡ്രൈവിംഗ് പഠിയില്ല. നമ്മൾ സ്വന്തമായിട്ട് വാഹനം വാങ്ങിക്കണം, എന്നാലേ പഠിയുള്ളൂ. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വാങ്ങിക്കാന്ന്. അത് പഠിച്ചു കഴിഞ്ഞിട്ടില്ല, അതിനിങ്ങനെ വിസ്തരിച്ചോണ്ടിരുന്ന വല്ല കാര്യം നടക്കും. അതാണ്ട് ഇതിൽ അകത്ത് വന്ന് പണിയെടുക്കാതിരിക്കാനുള്ള പണിയാണ് ഈ കണക്ക്. ഞാനേ ഡ്രൈവിംഗ് പഠിത്തമൊക്കെ ഇന്നത്തോടെ വെച്ച് കെട്ടിക്കോളാം. കാര്യമായിട്ട് ഞാൻ പറഞ്ഞേക്കാണ്. ഞാൻ ഡ്രൈവിംഗ് പഠിച്ചാലേ ഉള്ളൂ. ഉള്ളു. പക്ഷെ നീ അകത്തൊന്ന് ജോലി ചെയ്യും, ഞാൻ പോയി പഠിക്കുകയും ചെയ്യും. എനിക്കറിയാം, എനിക്കറിയാന്ന്. ഇതിപ്പോ 1ാമത്തെ ഗിയർ ഇടണം, 2ാമത്തെ ഗിയർ ഇടണം, അത്രേ ഉള്ളൂ. 1ാമത്തെ ഗിയറും 2ാമത്തെ ഗിയറും അല്ലേ, വേറെ ആരുണ്ട്? ഫസ്റ്റ് നന്നായിട്ട് വീണില്ലേ, അത് ഒരു അതെ സാർ എപ്പോഴും ഇങ്ങനെ കൈ വെക്കണ്ട, എനിക്കറിയാം. പറഞ്ഞ പൈസക്കുള്ള പഠിപ്പീര് ഞാൻ ചെയ്യും, മനസ്സിലായില്ലേ? ഇങ്ങോട്ട് കൈ വെച്ച ഗിയറുകൾ ചേഞ്ച് ചെയ്യുന്നത് പഠിപ്പിക്കട്ടെ. എനിക്കറിയാന്ന്. ഇത് അറിയാന്ന് പറയുന്നല്ലാതെ സാറ് ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഇവിടെ നിർത്തിയേ അങ്ങോട്ട്, ഇവിടെ നിർത്തിയേ. നീ എന്ത് ചെയ്യാൻ പോണു? അവിടെ നിർത്ത്, കുട്ടി ഞാൻ കാണിച്ചു തരാം എന്താണ്. ഇത് ആർക്കും അറിയാൻ പാടില്ലാന്ന വിചാരം. എന്നോട് ഇറങ്ങിയ കൊച്ച, നീ എന്തിന്റെ പുറപ്പാടാണ്? ഞാനെല്ലാം പഠിച്ചു. ഈ സീറ്റ് ഒന്ന് മുമ്പിലോട്ട് ഇടുന്ന മാത്രമേ ഞാൻ പഠിക്കാത്തുള്ളൂ. അത് മാത്രമേ ഉള്ളൂ അല്ലേ? അത് മാത്രമേ ഞാൻ പഠിക്കാത്തുള്ളൂ. സംഭവിച്ചു പോയി എന്നെ കുറ്റം പറയരുത്. ഇല്ല, ഈ സീറ്റ് ഒന്ന് മുമ്പിലേക്ക് നീ പറയുന്ന കേൾക്ക് നീ കേറരുത്. എന്താന്ന് ചേച്ചി ഇത് ഇങ്ങനെ കേട്ടിട്ടെന്ന് പറഞ്ഞാ ആദ്യം ഒന്ന് ഉയർന്നേ, ഒന്ന് പൊങ്ങിയേ. അയ്യോ, ഈ പണ്ടാര നീങ്ങണമല്ല. മതിയാ? മതി.
സാറ് പ്രാർത്ഥിക്കണം. ആ, ജയമന്തിയോടാ കളി. ദേ ഇത് ഒന്നല്ലേ, ഇതിനെ ഒന്ന് വീഴാൻ. ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടിയല്ലേ, അല്പം താമസിച്ചേ വീഴുള്ളൂ. സാറിന്റെ വണ്ടി പൊട്ടയതുകൊണ്ടാ. പൊട്ട വണ്ടി എടേ. എന്റെ അമ്മ, ഇവളോട് ഞാൻ ആ ഉച്ചാമ്പഴത്തെ ഷിഫ്റ്റിന് പോയാൽ മതി എന്ന് പറഞ്ഞാലേ, പിന്നെ ഇവിടെ ഈ 4 മണിക്ക് 5 മണിക്ക് ഉള്ളതിന് പോകേണ്ട കാര്യമുണ്ട്. അല്ല ഞാൻ ഇപ്പൊ തിരക്കില്ലാത്ത സമയമല്ലേ, ഞാൻ അല്ലെങ്കിലും അയാളുടെ അടുത്ത് പറഞ്ഞായിരുന്നു കുറച്ച് കൂടുതൽ സമയം പഠിപ്പിക്കണേന്ന്. അതുകൊണ്ടായിരിക്കും. ഇതൊരു കഷ്ടം നോക്കി നോക്ക്, വെറുതെ അപ്പൊ ഇവൾക്ക് ഈ ഇരുട്ടവണ കണ്ടൂടെ? നീ ഒന്ന് പോയി തിരക്കിട്ട് വരൂ. എവിടെ പോയി തിരക്കാനാണ്? എന്നെ കൊണ്ട് പോയി ഒന്ന് വിളിച്ചു നോക്ക്. വിളിച്ചൊന്നും കിട്ടുന്നില്ല. എന്ത് ചെയ്യും ഞാൻ ദൈവം. ഇതൊക്കെ അന്നേ ഞാൻ പറഞ്ഞാണ് ഈ വക പരിപാടിക്ക് നിൽക്കണ്ടെന്ന്. എന്താ നീ വെള്ളം കുടിക്കുന്നത്? എന്താ? ഒന്നുമില്ലെന്ന്. അവള് മറ്റേ ഡ്രൈവിങ്ങിന് അവള് മറ്റേ ഡ്രൈവിംഗ് പഠിക്കാൻ പോയിട്ടേ. ജമന്തി അല്ലടി, ഞാൻ അവനോട് ചോദിച്ചു ഇവള് എന്നും വൈകിട്ട് എവിടെ പോണേന്ന്. അപ്പൊ ഇവനോട് പറയാം കമ്പ്യൂട്ടർ പഠിക്കാൻ പോയാണ്. സമ്മതിച്ച് നീ എന്തിനു ഞങ്ങളെ വിളിച്ചു വെച്ചാൽ അവള് പഠിക്കാൻ പോയി? എന്താ പ്രശ്നം ഉണ്ടാച്ചാൽ, നീ ഇവളെ മറ്റേ ഡ്രൈവിംഗ് പഠിപ്പിച്ചില്ലേ, സ്കൂട്ടർ. ഓ, അത് കണ്ടപ്പോൾ മുതൽ തുടങ്ങിയതാണ് ഇവൾക്ക് കാർ ഓടിക്കാൻ പഠിക്കണം, കാർ ഓടിക്കാൻ പഠിക്കണം. അതിലൊരു തെറ്റുമില്ല. ഞാൻ പഠിച്ച പാട് പറഞ്ഞാണ് വേണ്ട വേണ്ട, നമ്മൾ കാർ വാങ്ങിക്കാനുള്ള കഴിവില്ല, നമ്മൾ കാർ വാങ്ങിക്കുന്നില്ല, പിന്നെ എന്തിനാ അത് പഠിക്കുന്നത് ചോദിച്ചതാ. ഈ അമ്മ കാരണമാണ്. അമ്മയുടെ ഒറ്റ വാശി. അല്ലെങ്കിൽ അമ്മയ്ക്ക് മരുമോളെ പുന്നാരിപ്പിക്കൽ കൂടുതലാണ്. പുന്നാരിക്കലൊന്നുമല്ല, ഇവിടെ കിടന്ന് എന്നെ കിടന്ന് വഴക്കുണ്ടാക്കുമായിരുന്നു. ഞാൻ വേണ്ട വേണ്ട 100 പ്രാവശ്യം അവളെടുത്ത് പറഞ്ഞു കേക്കട്ടെ. അതെ, ആദ്യം ആ കൊച്ചിൻ്റെ അടുത്ത് അടുക്കള പണികൾ നന്നായിട്ട് ചെയ്യാൻ പഠിക്കാൻ പറയും, എന്നിട്ട് കാർ ഓടിക്കാൻ പഠിച്ചാൽ പോരെ. ഇത് അവള് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവള് അതുപോലെയൊക്കെ ചാടാൻ നിന്ന വല്ല നടക്കോ? ബുദ്ധി വേണ്ടേ? സമയം വൈകുന്ന ഇരുട്ടവണ കണ്ടുകൂടെ? അളിയാ, പിന്നെ നീ വിളിച്ചു നോക്ക്, മൊബൈലിൽ വിളിച്ചില്ലേ? വിളിച്ചിരുന്ന് കിട്ടണില്ലാന്ന്. എടാ, അവള് ഡ്രൈവിംഗ് പഠിക്കാൻ പോയിക്കണതല്ലേ, അത് കഴിയുമ്പോ ഇങ്ങോട്ട് വന്നോളൂ. നീ ഇങ്ങനെ കിടന്ന് വെപ്രാളം കൊള്ളണ എന്ത് കാര്യത്തിനാ? ഇരുട്ടാവൂല്ലേ? പിന്നെ അവള് കൊച്ചു കുട്ടിയാണല്ലോ, ഇരുട്ടാകുമ്പോ വരാനറിയാൻ ടെൻഷൻ അടിക്കല്ലേ? എനിക്ക് സമാധാനമില്ല. ഒരു കാര്യം ചെയ്യും, നമുക്കൊന്ന് പോയി നോക്കിട്ട് വരാം. ഞങ്ങൾ നോക്കിട്ട് വരാം. നീ വാ, എവിടെ പോയിട്ട്? നീ വാന്നേ നോക്കാം. നമുക്ക് ഇപ്പൊ നോക്കാതിരിക്കാൻ പറ്റുമോ? ഓട്ടോറിക്ഷ വരുന്നു. ദൈവമേ, ചേട്ടാ, ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്താണ് എന്താ പറ്റിയതെന്ന് പറ. നീ കാണിച്ചു വെച്ചിരിക്കുന്നത് ഇതിനാണ് നീ എന്നെ നിർബന്ധിച്ച് ഡ്രൈവിങ്ങിന് പോയത്. അവൻ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു. അവരുടെ നിർബന്ധ പ്രകാരം ഞാൻ അവനെ കൊണ്ട് സമ്മതിപ്പിച്ചത്. ഇനി അവന്റെ വായിരിക്കുന്ന മൊത്തം ഞാൻ കേൾക്കണ്ടേ? സമാധാനമായല്ലോ, സമാധാനം പോലെ എല്ലാവർക്കും. നീ സംഭവിച്ചു. നിന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞാണ് നിൽക്കേണ്ടത്. ഇതിപ്പോ എന്താ ഉണ്ടായെന്നത് പറയാമോ? എന്റെ പൊന്ന് ചേട്ടാ, ഞാൻ 100 പ്രാവശ്യം പറഞ്ഞതാ വണ്ടി എടുക്കരുത്. അപ്പൊ ഞാൻ എല്ലാം പഠിച്ച് പാസ്സായെന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ച് ഡ്രൈവിംഗ് സീറ്റ് ഒന്ന് മാറ്റി ഇരുത്തിട്ട് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുൻപോട്ടെടുത്താ. റോഡേ പോയ 3-4 എണ്ണത്തിന് ഇടിച്ചിടുകയും ചെയ്ത് അവസാനം ഒരു കരിങ്കല്ലിൽ ചെന്ന് ഇടിച്ച് കയറുകയും ചെയ്ത്. ആ പരിക്കേറ്റ ആൾക്കാരെല്ലാം കൂടി വേഗം വരുന്നുണ്ട്, നഷ്ടപരിഹാരത്തിനാണെന്ന് പറഞ്ഞിട്ട്. പോയി കിടന്നതിന് കാര്യമുണ്ട്. ഞാൻ എഴുതിയോട്ടല്ലേ പാവസേ ദൈവം കൊണ്ടുപോയാ പോയി കറക്കാൻ പോകട്ടെ. ആകെ പ്രശ്നമായിരുന്നു. ഇയാൾ ഏത് മറ്റടത്തിലും ഡ്രൈവറാണോ? തന്നൊക്കെ വിശ്വസിച്ച് എങ്ങനെയാണ് ആളുകൾ വന്ന് ഡ്രൈവിംഗ് പഠിക്കുന്നത്? നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നാട്ടുകാർ ആദ്യം മര്യാദ പഠിപ്പിക്കുന്നു, എനിക്ക് വീട്ടുകാരെ മര്യാദ പഠിപ്പിക്കും. ഞാൻ എന്റെ ഭാര്യ മര്യാദ പഠിപ്പിക്കാൻ നിൽക്കണ്ട കേട്ടോ, അതെനിക്കറിയാം. ആദ്യം ഇത്തിരി അനുസരണങ്ങൾ വേണം. നീ എന്താ നീ ക്ലച്ചും ബ്രേക്കും ഇല്ലാത്ത തകര പാട്ട വണ്ടി കൊണ്ടുവന്ന് പിള്ളേരെ പഠിപ്പിച്ച് എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ചിട്ട് നടക്കി പൈസ വേണോടാ. പഴയ വൈരാഗ്യം നീ ഉണ്ടാക്കല്ലേ? വണ്ടി ഓടിക്കാൻ പഠിക്കണം ആദ്യം. ഒന്നുമില്ല, ഒന്നും അറിയാത്ത ആളുകളെ മേടിച്ചിട്ട് വണ്ടി വണ്ടി നന്നാക്കിടാം. നിന്റെ വണ്ടി പോടാ, എടുത്തോണ്ട് പോവേ. എന്തൊക്കെ പറഞ്ഞാലും അവൻ പറഞ്ഞാലും ന്യായമാണ്. എനിക്ക് ഒന്നേ പറയുള്ളൂ, കുതിര ചാടും പോലെ കഴുത ചാടാൻ നോക്കരുത് എന്ന് ഇങ്ങനെയൊക്കെ ഇരിക്കും.